ഇംഗ്ലീഷ് വിത്ത് ഡെസ്ക് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും ഞാനൊരു ചോദ്യപേപ്പറുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ ഒരു 4 മാർക്കിൻ്റെ ഒരു പാസേജും 4 ചോദ്യങ്ങളും അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വരൂ. It was a hot summer night about 10 o'clock. I had my meal at the restaurant and returned to my room. I heard a noise from above as I opened the door. The sound was familiar one. One could say that rats and I shared the room. I took out my box of matches and lighted the kerosene lamp on the table. ഈ പാസേജ് വായിച്ച് കേട്ടപ്പോൾ തന്നെ പ്രിയ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായി കാണും ഏത് പാഠഭാഗമെന്നാണ്. ഏതായിരിക്കും ആ പാഠഭാഗം? ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠഭാഗം SSLC വിദ്യാർത്ഥികൾക്കായിട്ടുള്ളതാണ് ഈ പാസേജ്. ഇതിന് ഇവിടെ താഴെ 4 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസർ ഈ പാസേജിൽ നിന്ന് കണ്ടെത്തണം. പരീക്ഷയ്ക്ക് നിർബന്ധമായി ഉണ്ടാകുന്ന ഒരു ഭാഗമാണിത്. നമുക്കത് പരിചയപ്പെടാം. 1. Where did the speaker have his meal from? ഇതിലെ സ്പീക്കർ, ദ നരേറ്റർ, അതാരാണെന്ന് നിങ്ങൾക്കറിയാം. ആ നരേറ്റർ, ദ സ്പീക്കർ എവിടെ നിന്നാണ് മീൽ കഴിച്ചത്, എടുത്തത്, സ്വീകരിച്ചത് എന്നാണ്. അതായത് വായിക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയും. സെക്കൻഡ് സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട് ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറന്റ്. അപ്പൊ അതാണ് ആ ചോദ്യം, എവിടെ നിന്നാണ് മീൽ, ഭക്ഷണം കഴിച്ചത് എന്നാണ്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതിയാകും. എന്താ? റെസ്റ്റോറന്റ്. അതല്ല എങ്കിൽ നമുക്ക് സെന്റൻസ് ആയിട്ട് പറയാം ദ സ്പീക്കർ ഹാഡ് ഹിസ് എ മീൽ ഫ്രം ദ റെസ്റ്റോറന്റ് എന്ന് പറയാം. ഇതെവിടെ കണ്ടല്ലോ, റെസ്റ്റോറന്റ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? റെസ്റ്റോറന്റ്. ഞാൻ വേർഡ് മാത്രമേ എഴുതുന്നുള്ളൂ. റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റ് എന്ന് എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. അപ്പൊ സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ എങ്ങനെ പറയാം? ദ സ്പീക്കർ ഹാഡ് ഹിസ് എ മീൽ ഫ്രം എവിടെ നിന്ന്? ദ റെസ്റ്റോറന്റ്. ഓക്കെ. Then second one, why did the speaker feel the sound as a familiar one? Familiar എന്ന് പറയുമ്പോൾ വളരെ പരിചയമുള്ളത്. അപ്പോൾ വളരെ പരിചയമുള്ള ഒരു ശബ്ദമായിരുന്നു എന്ന് സ്പീക്കറിന് ഫീൽ ചെയ്യാൻ കാരണമെന്ത്? ഇവിടെ അതിന് ശരിയായിട്ട് നമുക്ക് എടുത്തെഴുതണമെങ്കിൽ പറയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ നമ്മുടെ സെൻസ് ഉപയോഗിച്ച് പറയണം. അപ്പൊ എന്തായിരിക്കാം പരിചയമുള്ളത്? നോക്കൂ, ഹി ഹേർഡ് എ നോയ്സ് ഫ്രം എബവ് എന്ന് ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പൊ ഏത് ശബ്ദമാണ് കേട്ടതെന്നാണ്. ഇറ്റ് വാസ് ദ സൗണ്ട് ഓഫ് ആരുടെയാ? റാറ്റ്സ്. ആരുടെ ശബ്ദമായിരുന്നു? റാറ്റ്സിന്റെ ശബ്ദമായിരുന്നു. എന്താണ് ആൻസർ? ഇറ്റ് വാസ് ദ സൗണ്ട് ഓഫ് റാറ്റ്സ്. ആ റാറ്റ്സിന്റെ സൗണ്ട് എന്ന് പറയുന്നത് വിച്ച് ഹി ഓൾവേസ് ഹേർഡ് ആസ് ഹി ഷെയർഡ് ഹിസ് റൂം വിത്ത് റാറ്റ്സ്. അയാൾ കേട്ട ശബ്ദം എന്തായിരുന്നു? റാറ്റ്സിന്റെ ശബ്ദമായിരുന്നു. ആ റാറ്റ്സിന്റെ ശബ്ദം എന്ന് പറയുന്നത് ഓൾവേസ് ഹിയർഡ് ആസ് ഹി ഷെയർഡ് ഹിസ് റൂം വിത്ത് റാറ്റ്സ്. അതിന്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതാം. എന്തായിരുന്നു അതിന്റെ ആൻസർ? നോക്കൂ, ഇറ്റ് വാസ് എന്തായിരുന്നു? ദ സൗണ്ട്. ഇറ്റ് വാസ് ദ സൗണ്ട് ഓഫ് ആരുടെയാ? റാറ്റ്സ്. ഇറ്റ് വാസ് ദ സൗണ്ട് ഓഫ് റാറ്റ്സ് which he always shared. Which he always shared. Sorry, shared അല്ല, heard എന്നാണ് കേട്ടോ. Always heard as he shared. ഇവിടെയാണ് shared വരേണ്ടത് കേട്ടോ. Shared his room with the rats. അതാണ് എന്റെ ആൻസർ. With the rats. ഇത് D ആണ്. അപ്പോൾ എന്തായിരുന്നു ആൻസർ? ഇറ്റ് വാസ് ദ സൗണ്ട് ഓഫ് റാറ്റ്സ് വിച്ച് ഹി ഓൾവേസ് ഹിയർഡ് ആസ് ഹി ഷെയർഡ് ഹിസ് റൂം വിത്ത് റാറ്റ്സ്. അവിടെ വിത്ത് റാറ്റ്സ് എന്ന് പറയണം എന്നില്ല, വിത്ത് ദം എന്ന് വേണമെങ്കിൽ എഴുതാം. മനസ്സിലായല്ലോ? ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്?
ഹൂ ഷെയർഡ് ദ റൂം വിത്ത് ദ സ്പീക്കർ? വളരെ സിമ്പിൾ ആണ്. ആരായിരുന്നു സ്പീക്കറിന്റെ റൂം ഷെയർ ചെയ്തിരുന്നത്? യു നോ ദ ആൻസർ. ആരാ? അത് തന്നെയാണ്. ഏതാ? റാറ്റ്സ്. അപ്പോൾ സ്പീക്കറിന്റെ റൂം ഷെയർ ചെയ്തിരുന്നത് ആരായിരുന്നു? റാറ്റ്സ്. Then last one നോക്കൂ. Pick out the word from the passage that means. എന്താ pick out the word എന്നോ pick out a word എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം. Well known from long or close association. അതാണ് എന്റെ ചോദ്യം. Well known from long or close association. വളരെ 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 മുൻപ് മുതൽക്കറിയാം, വളരെ അടുപ്പമുണ്ട്, അടുത്ത ബന്ധം. ഇതിന് വൺ വേർഡ് ഈ പാസേജിനകത്തുണ്ട്. ഏതാണ് ആ വേർഡ് എന്നാണ് കണ്ടെത്തേണ്ടത്. ഏതാ? ഫെമിലിയാർ എന്നാണ്. ഏതാ വേർഡ്? ആൻസർ ഫെമിലിയാർ. മനസ്സിലായല്ലോ? ഇതാണ് ഈ പാസേജും ഇതിന്റെ ആൻസറും. ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വരും ക്ലാസ്സുകളിൽ എത്തിച്ചേരും. എല്ലാവരും ഇംഗ്ലീഷ് വിത്ത് എസ് എന്ന ചാനൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.